നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, തിരക്കിട്ട ചർച്ചകൾ, നിർണായകമായ കൂടിയാലോചനകൾ അവിടെ നടക്കുന്നുണ്ട്. വിജിൻ അടക്കം അവിടെയുണ്ട്. ആരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? അതിനുശേഷം നമുക്ക് ആ ഒരു തീരുമാനം എപ്പോൾ അറിയാൻ കഴിയും രാഹുൽ? ഈ അവലോകന യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അങ്കോലയിലെ സർക്യൂട്ട് ഹൗസിലാണ് യോഗം ചേരുക. കേരളത്തിൽ നിന്ന് വന്ന ജനപ്രതിനിധികൾ, അതായത് കല്യാശ്ശേരി MLA M. വിജിൻ, രാജഗോപാൽ, അതുപോലെ തന്നെ മഞ്ചേശ്വരം MLA KM അഷ്റഫ് ഉൾപ്പെടെയുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലാ കളക്ടർ, SP അടക്കം ഈ ദൗത്യത്തിന് ഏകോപനം വഹിച്ച വിവിധ വകുപ്പുകളുടെ മേധാവികളും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയാണ്. കേരളത്തിന്റെ വിയോജിപ്പ് നേരത്തെ തന്നെ M. വിജിനും മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ അറിയിച്ചതാണ്. അതായത് നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനുമൊക്കെ ഷിരൂരിലേക്ക് വന്ന് ഈ ദൗത്യം അവലോകനം ചെയ്തു. ആ സമയത്ത് കർണാടക ഭരണകൂടം പറഞ്ഞത് ദൗത്യം നിർത്തില്ല എന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ വളരെ പെട്ടെന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നു. കൂടിയാലോചനകൾ നടത്താതെ തിരച്ചിൽ താൽക്കാലികമായെങ്കിലും അവസാനിപ്പിച്ചു എന്നത് തന്നെയാണ്. അതിലുള്ള വിയോജിപ്പാണ് കേരളം ഇതിനകം അറിയിച്ചിട്ടുള്ളത്. ഈ യോഗത്തിലും കൃത്യമായി അത് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് ജനപ്രതിനിധികൾ പറയുന്നതും. 3 ദിവസത്തിന് ശേഷം, 3-4 ദിവസത്തിന് ശേഷം ദൗത്യം പുനരാരംഭിക്കും എന്നാണ് കർണാടക ഭരണകൂടം ഇതിനകം വിശദീകരിക്കുന്നത്. അപ്പോഴും ഗംഗാവലിപ്പുഴ ശാന്തത കൈവരിക്കണം എന്നത് തന്നെയാണ് പ്രധാന ഘടകം എന്ന് പറയുന്നതും. ഇനിയുള്ളൊരു 21 ദിവസത്തേക്കും മഴ മുന്നറിയിപ്പാണ് മേഖലയിൽ നിലനിൽക്കുന്നത്. കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പുരോഗതി എങ്ങനെയാവും എന്നത് വരും ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് പറയാൻ താൽക്കാലികമായി നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈശ്വർ മാൽപ്പയും സംഘവും അവരുടെ എല്ലാ വള്ളങ്ങളും അവരുടെ കൊണ്ടുവന്ന ഉപകരണങ്ങളും ഒക്കെ ആയിട്ടാണ് മടങ്ങിയിട്ടുള്ളത്. അപ്പോൾ താൽക്കാലികമായി 4 ദിവസത്തേക്ക് നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഇവിടേക്ക് എത്തിക്കാൻ പ്രയാസപ്പെട്ട ഉപകരണങ്ങളൊക്കെ എവിടെ തുടരും? ഇപ്പോൾ മഴയുണ്ടെന്ന് പറയുന്നു, കാലാവസ്ഥ പ്രതികൂലമാകുമെന്ന് പറയുന്നു. അങ്ങനെ കുറെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് MLA യും ഒക്കെ സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.